എത്രയെത്ര ആളുകളുടെ പ്രതികരണങ്ങൾ, എത്രയെത്ര ആളുകളുടെ അനുഭവങ്ങൾ. എന്നിട്ടാണ് പറയുന്നത് ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതവും എന്ന് ബഷീറിനെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. എടുത്തോണ്ട് പോടാ നിന്റെ ആക്കിയവും ആക്കിയാനോ എന്ന് ബഷീറിനെ കോട്ട് ചെയ്ത ഇടതു പ്രതിനിധിയോട് ഒരു ഉത്തരം പറയാം. ഈ രാത്രി കോൺഗ്രസ് പാർട്ടി അയാളെ പുറത്താക്കിയിട്ട് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്ന ആത്മാഭിമാനത്തോടുകൂടി ഞങ്ങളുടെ മെമ്പറല്ല കേട്ടോ എന്ന് പറയാൻ ധൈര്യത്തോടു കൂടി നിൽക്കുമ്പോൾ PT കുഞ്ഞു മുഹമ്മദ് അടക്കമുള്ളവർക്കെതിരെ 13 ദിവസത്തെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രിയുടെ തലയണയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച് ഏറ്റവും ഒടുക്കം അത് നാട്ടുകാരറിയുമെന്ന് അറിഞ്ഞപ്പോൾ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള പാർട്ടിയാണ് ജയിക്കിന്റെ പാർട്ടി, അത് മറക്കണ്ട. ഇനി സ്വന്തം ഭാര്യ തന്നെ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രിക്ക് മുമ്പ് ഇന്ത്യ വിഷനിലായിരുന്നപ്പോൾ ഇന്റർവ്യൂ കൊടുത്ത് ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരാളെ ആനയിച്ചു കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിച്ച് MLA ആക്കി. ആ MLA ആയിരിക്കുമ്പോൾ അയാൾക്കെതിരെ പിന്നീട് പരാതികൾ വന്നപ്പോൾ അതേ അയാളെ തന്നെ വീണ്ടും ആനയിച്ച് ആലങ്കാരികമായി നിങ്ങൾ കൊണ്ടുപോയി പൂവിട്ട് പൂജിപ്പിച്ച് കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിച്ച CPM-നും CPM-ന്റെ മെമ്പറായിട്ട് ഇടതു വക്താവായിട്ട് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടതു പ്രതിനിധിയോടും ബഷീറിനെ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ തന്നെ ഒരു നേതാവിന്റെ വാക്ക് ഞാൻ കോട്ട് ചെയ്യാം. ആരാണെന്നറിയാമോ? യശശരീരനായിട്ടുള്ള സഹാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹം പണ്ട് ചോദിച്ചു, ഉളുപ്പുണ്ടോ? ഉളുപ്പ് 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 ഉളുപ്പുണ്ടോ ജയിക്കേ?